കർത്താവിൻ്റെ തിരുനാളുകളിലൂടെ കടന്നു പോവുകയാണ്. അടുത്ത ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ. ഇത് ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. 2 കൊരിന്തോസ് 9:15 പറയുന്നൊരു വചനമാണ്, അവർണ്ണനീയ ദാനത്തിന് അങ്ങേക്ക് നന്ദി, അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊരിന്തോസ് 9:15 അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി. നമ്മളിങ്ങനെ നന്ദിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല ആഗ്രഹത്തോടുകൂടെ ചെയ്യണം. ആർക്കോ വേണ്ടിയിട്ടെന്ന പോലെ ആകരുത് പരിശുദ്ധ കുർബാന അർപ്പണം. നമുക്കൊരു നിയമമുണ്ട്, കൽപ്പനയുണ്ട്, അതുകൊണ്ട് നമ്മൾ പങ്കുചേരുന്നു, അങ്ങനെ ആകരുത്. നമ്മൾ നല്ല ആഗ്രഹത്തോടെ നല്ല മനസ്സോടുകൂടി ഈ കുർബാന അർപ്പിക്കണം, കുർബാന സ്വീകരണം. ഇത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ? പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ നമ്മൾ കുർബാനയുടെ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ? ഈശോയെ നിന്നെ കൗതാശികമായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഇത് ആഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ഇത് ഈ വലിയ നിധി നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടത്ര ബഹുമാനം കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിക്കാതെ, അത്ര കണ്ടങ്ങ് ആഗ്രഹിക്കാതെ ഒരു റൊട്ടീൻ കണക്ക് ഇതങ്ങ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം.